السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الأبرار لفي نعيم. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ പരിപാവനമായ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അത്രയും അവനിക്ക് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന വഴിയിലായി ജീവിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതത്തെ അല്ലാഹു തആല സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിലേക്ക് വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു തആല പരിപൂർണമായ സത്യവിശ്വാസികളിലെ സച്ചരിതരായ വിശ്വാസികളെ കുറിച്ചാണ് ആദ്യം നാം ഓതി വച്ച ആയത്തിൽ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ഇന്നൽ അബ്റാറ ലഫീ നഈം. തീർച്ചയായും സൽക്രമകാരികളായ ആളുകൾ അവർ അനുഗ്രഹത്തിന്റെ പാതയിലാണ്, അനുഗ്രഹത്തിന്റെ ഭവനത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അലൽ അറായികി യൻദുറൂൻ. അവർ അവരുടെ മനോഹരമായ കട്ടിലുകളിൽ, രാജകീയമായി സംവിധാനിക്കപ്പെട്ട കട്ടിലുകളിൽ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തഅരിഫു ഫീ വുജൂഹിഹിം നദറത്തുൻ നഈം. അങ്ങേക്ക് അവരുടെ മുഖങ്ങളിൽ അവരുടെ ആ സന്തോഷത്തെ കാണാൻ സാധ്യമാകുന്നതാണ്. യുസ്കൗന മിൻ റഹീഖിൻ മഖ്തൂം. അവർക്ക് മനോഹരമായി സീൽ ചെയ്യപ്പെട്ട ചഷകങ്ങളിൽ നിന്നും അവരെ കുടിപ്പിക്കപ്പെടുന്നതാണ്. ഖിതാമുഹു മിസ്ക്. ആ ചഷകങ്ങളുടെ സീലുകൾ അത് കസ്തൂരികളെ കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു: വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ഈ മനോഹരമായ ഉദ്യാനങ്ങളിലേക്ക് കടന്നു നടക്കാൻ പാകം വിധത്തിൽ മത്സരിക്കേണ്ട ആളുകൾ മത്സരിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അനുഗ്രഹീതമായ താഴ്വരയും അതിൽ സമ്പുഷ്ടമായ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ അല്ലാഹു തആല അവന്റെ വിശ്വാസത്തിന്റെ മൂർച്ച കൂട്ടുവാനും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും അല്ലാഹു തആല പറയുന്നു: ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കേണ്ട ആളുകൾ ആർക്കാണോ സ്വർഗം വേണ്ടത് അവർ മത്സരിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ എന്തെല്ലാം നന്മകളുണ്ടോ, എന്ത് നന്മയും നേടിയെടുക്കാനാകണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അവൻ നീക്കിക്കൊണ്ടുപോകേണ്ടത്. അതിൽ ചെറുതെന്നോ വലുതെന്നോ, അല്ലെങ്കിൽ സുന്നത്തോ അല്ലെങ്കിൽ വലിയ സുന്നത്തെന്നോ അല്ലെങ്കിൽ നിർബന്ധമായതെന്നോ ഒന്നും വരാതെ അത്തരത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാത്തിനെയും സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത്. അതുകൊണ്ട് തന്നെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: ലൗലാ അൻ അശുഖ അലാ ഉമ്മതി. എന്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്വാഖ്. ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ചെറിയ സുന്നത്തിന് പോലും വലിപ്പമുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ അത്തരത്തിലുള്ളതായ സുന്നത്തുകളുടെ വലിപ്പം ചെറുതല്ല എന്ന് മാത്രമല്ല, അങ്ങനെ അത്തരത്തിലുള്ളതായ സുന്നത്തുകളെ എടുക്കുകയും അതിൽ നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്തപ്പോഴാണ് ഇസ്ലാം അതിന്റെ ഏറ്റവും ഉന്നതമായ ഉഗ്രപ്രതാപത്തിൽ നിലകൊണ്ടത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഇറാഖിൽ പ്രസന്റേറ്റ് എന്ന് പറയുന്ന സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ അവിടെ ചെന്ന് യുദ്ധങ്ങൾ നടത്തി മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യത്തിന്റെ അക്രമങ്ങളെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് അവസാനം അവർ കീഴ്പ്പെടാൻ തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയും മുസ്ലിമീങ്ങൾ കൊണ്ടുവന്ന ധാന്യങ്ങൾ തീർന്നു പോകുമെന്ന് ഭയപ്പാടുണ്ടായപ്പോ
മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കത്തെഴുതുകയാണ്. അന്നത്തെ ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം കത്തെഴുതി, നമ്മളിങ്ങനെ യുദ്ധത്തിന് വന്നു, അങ്ങനെ അവർ നമ്മുടെ പ്രതിരോധം ശക്തമാക്കിയപ്പോ നമുക്ക് കൊണ്ടുവന്ന ധാന്യങ്ങൾ അത് തീർന്നു പോകാറായി. ഈ അവസരത്തിൽ ഏറ്റവും വലിയ ഒരു ഉപദേശം എന്ന നിലക്ക്, ഇതിന്റെ വിജയ പരാജയങ്ങളുടെ ഉപദേശം എന്ന നിലക്ക് അത് കൈക്കൊള്ളാൻ വേണ്ടി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതിയപ്പോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി തിരിച്ചെഴുതിയത്, നിങ്ങൾ എവിടെയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതിനെ കണ്ടുപിടിക്കൂ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, ഒരു രാജ്യം ഒരു വിജയ പരാജയത്തിന്റെ നിർദ്ദേശം വാങ്ങാൻ വേണ്ടി ആ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ആ സൈന്യാധിപൻ കത്തെഴുതുമ്പോ അവിടെ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതോ ഒരു സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്ന് മറുപടി അറിയിക്കുമ്പോ ആ സൈന്യാധിപൻ അത് വാങ്ങിച്ച് കീറിക്കളയുകയല്ല ചെയ്തത്, മറിച്ചത് വായിച്ചു നോക്കി, അതിൽ വലിയൊരു ആശയമുണ്ട്, അതിൽ വലിയൊരു നിർദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ സഹാബാക്കളെ മുഴുവനും വിളിച്ചുകൂട്ടിക്കൊണ്ട് ചർച്ച ചെയ്തപ്പോ അവർക്ക് മനസ്സിലായി, നമ്മൾ മിസ്വാഖ് എന്ന് പറയുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ ആ നിമിഷം തന്നെ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മിസ്വാഖിന്റെ സുന്നത്തിലേക്ക് കടന്നുകൊള്ളുക. നമുക്കറിയാം, ശത്രുപാളയത്തിലേക്ക് എപ്പോഴും അതിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ആളുകൾ ഉണ്ടാകും. അങ്ങനെ രണ്ടാളുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഇവർ പ്രത്യേകമായി ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നത് കണ്ടപ്പോ ഇവിടെ മനസ്സിലേക്ക് വേറെ ചിന്തകളാണ് കടന്നു വന്നത്. അങ്ങനെ അവർ പുതിയതായ എന്തൊക്കെയോ യുദ്ധമുറകൾ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവരുടെ അടുക്കലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ള പതാകയുമായി കടന്നു വന്ന മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കീഴടങ്ങി എന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നു എന്ന നിലക്ക് അതീവ ഗൗരവമായ ഒരു കാര്യത്തെ ചർച്ച ചെയ്യാനാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. എല്ലാ ഇമാമുമാരും നമസ്കാരം കഴിഞ്ഞ എല്ലാ ഇമാമുമാരും ഇഖാമത്ത് കൊടുത്തു കഴിയുമ്പോ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ചിരിഞ്ഞു നിന്നുകൊണ്ട് ഇസ്തവൂ സുഫൂഫക്കും റഹിമക്കുമുല്ലാഹ് എന്നെപ്പോഴും പറയാറുണ്ട്. ഒരു നമസ്കാരത്തിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കാറുള്ള വാചകമാണ്, നിങ്ങളുടെ സഫുകളെ നിങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കുക. ഏറ്റവും പ്രധാനം അതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും അത്രമേൽ സൂക്ഷ്മമായി അത്രമേൽ നിരീക്ഷിക്കുകയും ആ വിഷയത്തിലൊക്കെ ഇസ്ലാമിന്റെ കൃത്യമായ ആശയാദർശങ്ങൾ കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പഠിക്കുകയും ഇസ്ലാമിന്റെ സമത്വത്തെ പറ്റി മനസ്സിലാക്കുകയും ചെയ്ത് അങ്ങനെ അത്തരത്തിൽ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിത പറയുന്ന ഒരു വാചകമുണ്ട്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് റിലീജിയൻ ദേ പ്രാക്ടീസ്ഡ് ദ ഡെമോക്രസി ഇൻ ദ മസ്ജിദ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതം, ലോകത്തിലെ ആദ്യത്തെ മതമാണ്, അവിടെ പള്ളിക്കുള്ളിൽ ഒരു ഡെമോക്രസി സൃഷ്ടിക്കുന്നത് ആ മതം മാത്രമാണ് എന്നവർ പറയുമ്പോൾ നമുക്കറിയാം, നമസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ച് അത് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുമ്പോ അവിടെ നിൽക്കുന്നവർ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളില്ല. ഭരണാധികാരി എന്നോ അല്ലെങ്കിൽ ഭരണീയനെന്നോ അല്ലെങ്കിൽ കറുത്തവനെന്നോ അല്ലെങ്കിൽ വെളുത്തവനെന്നോ അല്ലെങ്കിൽ നേതാവെന്നോ അല്ലെങ്കിൽ നീതാവെന്നോ ഏത് തരത്തിലുമായിക്കൊള്ളട്ടെ, അവിടെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ, അവർ അതിന്റെ രീതി അനുസരിച്ച് പിറകിലാണ് നിൽക്കേണ്ടതെങ്കിലും ആ കുട്ടികളെങ്ങാനും ഒന്നാമത്തെ സഫിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പ്രായപൂർത്തിയെത്താത്ത കുട്ടികളാണെങ്കിൽ പോലും അവരെ അവിടുന്ന് പിടിച്ചു മാറ്റാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അവിടുത്തെ അപമാനത്തെ ഒരാളിരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റി മറ്റിടത്തേക്ക് മാറ്റാനുള്ള അവകാശം നമുക്കില്ല. കാരണം എന്താ? അവന്റെ അഭിമാനത്തിന് പോലും പരിശുദ്ധമായ ദീൻ ഇസ്ലാം വില നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അവന്റെ അഭിമാനത്തിന് പോലും ക്ഷതം വരുത്താൻ പാടില്ല എന്ന് ലോകത്തിൽ പറയുന്ന ഏക മതം അത് പരിശുദ്ധമായ ദീൻ ഇസ്ലാം മാത്രമാണ്. അത് മാത്രമല്ല, എല്ലാ ആളുകളും പരസ്പരം തുല്യമായ നീതിയോടുകൂടി ജീവിക്കണമെന്നാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അലക്സാണ്ട്രിയ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് അയക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും അതിന്റെ ആശയങ്ങളെ പറ്റി സംസാരിക്കാനും രാജ്യത്തിന്റെ പ്രധാനമായ അതിന്റെ വകുപ്പുകൾ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ
അന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PK ഹിറ്റി എന്ന് പറയുന്ന ചരിത്രകാരൻ എഴുതുന്നുണ്ട്. അങ്ങോട്ട് അയക്കുമ്പോൾ അവിടുത്തെ അദ്ദേഹം എന്താണ്, ഒരു മതത്തിന്റെ മേലധ്യക്ഷനാണ്, ക്രൈസ്തവ മതത്തിന്റെ മേലധ്യക്ഷനാണ്. അവിടെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുമ്പിലേക്കാണ്, ആ സൈറസിന്റെ മുമ്പിലേക്കാണ് മഹാനായ ഉബാദത്ത് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ചെല്ലുന്നത്. ഈ PK ഹിറ്റ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, he shocked received him. ആ മനുഷ്യനെ സ്വീകരിക്കാൻ ഈ മനുഷ്യന്റെ ആഭിജാത്യ ബോധം അംഗീകരിച്ചിരുന്നില്ല എന്ന് ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഒരു കറുത്തവനായ എപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി മഹാനായ ഉബാദത്ത് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല കടന്നു വരുമ്പോൾ ആ മനുഷ്യനെ സ്വീകരിക്കാൻ ആ രാജ്യത്തെ രാജാവിന്, ആ സൈറസ് എന്ന് പറയുന്ന അവിടുത്തെ രാജാവിന് അതിന് കഴിയാതെ പോയി എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം കത്തെഴുതി, അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി, നിങ്ങൾ ഈ മനുഷ്യനെ തിരികെ വിളിക്കണം, ഈ മനുഷ്യനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോൾ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ അങ്ങനെ വിവേചനമില്ല, ഞങ്ങൾക്കിടയിൽ അല്ലാഹുവിനെ ആരാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ആരാണോ ഭയപ്പെടുന്നത്, അവനാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഒരു ആലിമാണ്, ഒരു സഹാബിയാണ്, പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ആളെ തിരിച്ചു വിളിച്ചതിന് ശേഷം മറ്റൊരാളെ താങ്കളുമായി ചർച്ച ചെയ്യാൻ അയക്കുക എന്നുള്ളത് ഈ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്ന ആശയങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു മറുപടി കത്തെഴുതിയെങ്കിൽ ഈ ആരാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ അനുയായികളെ അബസീനിയയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ നജാശി രാജാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ വളരെ മോശമായി തേജോവധം ചെയ്തുകൊണ്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികൾക്ക് വേണ്ടി സംസാരിച്ച അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു വ്യത്യാസവുമില്ല, ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഈ പരിശുദ്ധമാക്കപ്പെടുന്ന ഈ നാട്ടിലേക്ക്, ഈ കേരളക്കരയിലേക്ക് ഏതാനും കുറച്ച് മുസ്ലിമീങ്ങൾ മാത്രം കടന്നു വന്ന് ഈ രാജ്യത്ത് പ്രബോധനം ചെയ്തപ്പോ എന്തുകൊണ്ടാണ് അത്രയും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം? ഇസ്ലാമിൽ അത്തരത്തിൽ ഒരു ദലിത് മുസ്ലിം എന്നോ അല്ലെങ്കിൽ സവർണ മുസ്ലിം എന്നോ അങ്ങനെ കാറ്റഗറി ഇല്ലാത്തത് കൊണ്ടാണ്. അന്നത്തെ കാലത്ത് നമുക്കറിയാം, അന്നത്തെ കാലത്തെ കഥകൾ അപ്രകാരമാണ്. ജാതീയതയും വംശീയതയും നിലനിൽക്കുമ്പോ ഇന്നത്തെ കാലത്ത് വ്യത്യാസമാണോ? നമുക്കറിയാം, ഇന്ന് ഓരോ ഫുട്ബോൾ കളികൾ നടക്കുമ്പോഴും അതിന് തൊട്ട് മുമ്പ് എല്ലാ കളിക്കാരും മുട്ടുകുത്തി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വംശീയതക്കെതിരായുള്ള സംസാരം. കളിക്കുന്ന കളിക്കാർക്ക് പോലും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ഏതെങ്കിലും മനുഷ്യനെ വംശീയപരമായും ജാതീയപരമായും ഇകഴ്ത്തി താഴ്ത്തി കെട്ടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ മനുഷ്യരും സമന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ആശാൻ എപ്പോഴും മുസ്ലിമീങ്ങളെ മോശമായി എഴുതുമ്പോഴും അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി വളരെ പോസിറ്റീവായ ഒരു കാര്യം പറയുന്നുണ്ട്. എത്രയോ ദൂരം വഴി നിൽക്കേണ്ട ചെമ്മൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവിടെ എത്തി ചാണകത്തിൽ നിന്നിടും, ചെറ്റും പേടിക്കേണ്ട നമ്പുരാരെ എന്ന് അദ്ദേഹം കഥയിൽ എഴുതി വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു ചെറുവൻ, നമുക്കറിയാം, മലപ്പുറം സൈഡുകളിലേക്ക് പോകുമ്പോൾ അവിടെ കാണാം ഈ ചെറുവൻ എന്ന് പറയുന്നതായ ഗോത്ര വിഭാഗത്തെ, ആ ചെറുമൻ എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ ദൂരം, ആ വിഭാഗം എത്രയോ ദൂരം മാറി നിൽക്കേണ്ടവരാണ്. അവർ ജാതിയുടെ ഉച്ചനീചങ്ങളുടെ പേരിൽ ഹോയ് ഹോയ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പൂതിരി വരുമ്പോ നമ്പൂതിരിയുടെ ഏഴെടുക്കത്ത് പോലും നിൽക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ ഓടിപ്പോകേണ്ടവനാണ് എന്നുള്ളതായ ജാതീയത ഈ ലോകത്തേക്ക് പടച്ചുവിടുമ്പോ പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞത് എന്താ? എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഒരുപോലെയാണ്, ആർക്കും നിങ്ങൾക്കിടയിൽ വ്യത്യാസമില്ല എന്ന് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ളതായ ഒരു ക്രമീകരണമാണ് ഇസ്ലാമിന്റെ. മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന്റെ സമയത്ത് മറ്റൊരു നാട്ടിലേക്ക് പോയതാണ്. അങ്ങനെ ഒരുപാട് സഹാബികൾ പോയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രവാചകന്റെ മരണം വന്നപ്പോ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് ഇനി എനിക്ക് ആ നാട്ടിൽ നിൽക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയിലേക്ക് പോയ മനുഷ്യനാണ്.
മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും പ്രവാചകന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരുടെയും നിർദ്ദേശത്തെ തുടർന്ന് പരിശുദ്ധമാക്കപ്പെടുന്ന മദീനയിലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മസ്ജിദിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രവാചകന്റെ വാക്ക് ഉച്ചരിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് ബോധരഹിതനായ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു തരത്തിൽ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ, ഏറ്റവും വലിയ പ്രമുഖനായ ഒരു സഹാബി. അത് മാത്രമല്ല, അദ്ദേഹമാണ് വഹ്യികളെ എഴുതാൻ വേണ്ടി പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള സയ്യിദ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് വരുമ്പോൾ അവിടുത്തെ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, താബിഈകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇല്ലാത്തൊരു സുന്നത്ത് എന്ന് പറയണം, ഞങ്ങൾ ഏതെങ്കിലും സുന്നത്തിനെ വിട്ടുപോയിട്ടുണ്ടോ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരു കാര്യത്തിൽ മാത്രമാണ് പേടി, നിങ്ങൾക്കിടയിൽ സഫിന്റെ വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് പേടിയാണെന്ന് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ പരിശുദ്ധമായ ദീൻ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്നുള്ളത്, ആ തിരുസുന്നത്ത് എന്നുള്ളത് എല്ലാവരും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സഫുകൾ ഇങ്ങനെ ഇടുക്കമായതിന്റെ പേരിൽ അത് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ അതിന് പോലും പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം. അവിടെയും നമുക്ക് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ സഫുകൾക്കിടയിൽ വിടവുകൾ വരാൻ പാടില്ല. നമസ്കരിക്കാൻ നിൽക്കേണ്ട രൂപം നമുക്കറിയാം. ചില ആളുകൾ കാല് വെക്കുമ്പോൾ വളരെ വിസ്തീർണത്തിൽ കാല് വെക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരു അദബോട് കൂടി, ഒരു മര്യാദയോട് കൂടിയാണ് നമ്മൾ കാലുകൾ വെക്കേണ്ടത്. എല്ലാവരും പരമാവധി ചെറിയ സ്ഥലങ്ങളൊക്കെ ഇട്ട് എന്തോ സൗകര്യത്തിന് വേറെന്തോ കാര്യത്തിന് വന്ന പോലെയല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്. നമ്മൾ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്ങാനും വിടവിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ശൈത്താൻ കടന്നു വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പറഞ്ഞു വെച്ചത് ചെറിയ സുന്നത്തോ അല്ലെങ്കിൽ വലിയ സുന്നത്തോ എന്നും നമുക്കില്ല. ഈ കാണുന്ന നമസ്കാരത്തിൽ സഫുകൾ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വിഷയം, അത് നമ്മുടെ മനസ്സിൽ ചെറുതായി, നമ്മുടെ ചിന്തയിൽ ചെറുതായി കാണുമെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വലുതാണ് എന്നുള്ളതാണ്. പരസ്പരം ഇങ്ങനെ ചേർന്ന് നിന്ന് ഇടയിൽ വ്യത്യാസങ്ങൾ വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എന്റെ ഉമ്മത്ത് ഫസാദിലാകുമ്പോൾ, ആരെങ്കിലും എന്റെ ഉമ്മത്ത് ഫസാദിലാകുമ്പോൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് 100 ഷഹീദിന്റെ കൂലിയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.